റസൂൽ പറയുന്നു ഖൈറുക്കും ലി അഹ്ലിക്കും, നിങ്ങളുടെ കുടുംബം നിങ്ങളെ കുറിച്ച് ഖൈറാണെന്ന് പറഞ്ഞാൽ അവരാണ് ഖൈർ. ഇത്രയും വലിയ വാദോരാതെ കുടുംബജീവിതം പ്രസംഗിക്കുന്ന എന്റെ വീട്ടിൽ വന്ന് എന്റെ ഭാര്യയോട് പ്രസംഗം മുക്കിയാനോ മറ്റോ വന്നിട്ട് ഒരു ചോദിക്കാണ്, എങ്ങനെയുണ്ട് ബാക്കി ബാങ്കിലേക്ക് കിടമയല്ല എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിന് അള്ളാഹു കൊടുക്കുന്ന മാർക്ക് വട്ടപൂജ്യമാണ്, ഉറപ്പാണ്. നിങ്ങൾ ചോദിക്കുക, എന്റെ ഭാര്യയോട് നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെ? അവരവരുടെ അള്ളാന്റെ റസൂലായി ഇത് പറയുന്നത്, അല്ലാതെ വഴിയെ പോകുന്നവരല്ല. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞിരുന്നെന്നറിയോ? അന ഖൈറുക്കും ലി അഹ്ലി, അന ഖൈറുക്കും ലി അഹ്ലി, അന ഖൈറുക്കും ലി അഹ്ലി. എന്റെ കുടുംബത്തിൽ ഞാനാണ് ഉത്തമനെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂൽ പറയുകയാ, എന്റെ കുടുംബത്തിനോട് നിങ്ങൾ ചോദിച്ചാൽ അവിടെ ഞാനല്ലാതെ വേറൊരാൾ ഉത്തമനായിട്ടില്ല. എന്റെ ആയിഷ പറയുന്നത്, എന്റെ ഖദീജ പറയുന്നത്, എന്റെ ഹഫ്സ പറയുന്നത്, അന ഖൈറുക്കും ലി അഹ്ലി, എന്റെ കുടുംബത്തിൽ ഞാനാണ് ഉത്തമനെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിരുന്നാ, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, എന്തിനാണ് മനുഷ്യവർഗമേ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ പടച്ചതെന്നറിയോ? ലിതസ്കുനൂ ഇലൈഹാ. ആ ഇണയുടെ മുഖത്ത് നോക്കുമ്പോ നിങ്ങളുടെ മനസ്സിന്റെ അകത്തൊരു സ്വസ്ഥത കിട്ടാനാ, ഒരു സമാധാനം കിട്ടാനാ. കോഴിക്കോട് കത്തറമ്പരുടെ പ്രഭാകരൻ കിഴങ്ങന്റെ ഭവനത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോ, പകലാകട്ടെ രാത്രിയാകട്ടെ വീടിന്റെ ബെല്ലടിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ വന്ന് വാതിൽ തുറക്കുമ്പോ, അല്ലാഹുവേ, ആ സഹധർമ്മിണിയുടെ മുഖത്ത് നോക്കുമ്പോ എന്റെ മനസ്സിന് കിട്ടുന്ന സമാധാനമുണ്ടല്ലോ. എന്റെ പൂമകൾ കാണുമ്പോ എന്റെ പ്രിയപ്പെട്ടവർക്ക് കിട്ടുന്ന സമാധാനമുണ്ടല്ലോ, അത് ലോകത്ത് വേറൊരു സ്ഥലത്ത് പോയാലും നിനക്ക് കിട്ടൂല. ഇത് പറയുന്നത് ഖുർആനാ, ഇത് പറയുന്നത് ഖുർആനാ. എന്റെ ഖത്തറിൽ വന്ന പെങ്ങളെ, ലിതസ്കുനൂ ഇലൈഹാ. ആ ഇണയുടെ മുഖത്ത് നോക്കുമ്പോ നിന്റെ മനസ്സിനൊരു സമാധാനം കിട്ടാനാ. ഇന്ന് നിനക്ക് സമാധാനമുണ്ടോ? വീട്ടിന്റെ അകത്ത് കാലെടുത്ത് വെക്കുമ്പോ സമാധാനം നഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരാ. മാതൃകയല്ലേ അല്ലാഹുവിന്റെ റസൂൽ, മാതൃകയല്ലേ? നമുക്ക് അവിടേക്കൊന്ന് പോയി വന്നാലോ, റസൂലിന്റെ ചാരത്തൊന്ന് പോയി വന്നാലോ? അല്ലാഹുവിന്റെ ഹബീബ് പർവ്വതത്തിന്റെ ഗുഹയുടെ ഉള്ളറയിൽ ഇരുന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുകയാണ്. ആദ്യമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറന്നിറങ്ങുകയാ, ആദ്യമായി പറന്നിറങ്ങുകയാ. അതിനു മുമ്പ് ജിബ്രീലിനെ അല്ലാഹുവിന്റെ റസൂൽ കണ്ടിട്ടില്ല, അതിനു മുമ്പ് ജിബ്രീലിനെ മുത്ത് റസൂൽ കണ്ടിട്ടില്ല. ഓ ജിബ്രീൽ പറന്നിറങ്ങിയിട്ട് പറയുന്നു, നബിയേ, ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, മാനബി കാര്യം എനിക്ക് ഓതാനറിയില്ല, എനിക്ക് പാരായണം ചെയ്യാൻ അറിയില്ല, എനിക്ക് എഴുതാൻ അറിയില്ല, എനിക്ക് വായിക്കാനറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞു പോരാ. ആ പർവ്വതത്തിന്റെ ഗുഹയുടെ ഉള്ളറയിൽ സുബ്ഹാനല്ലാഹ് മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ചിറകങ്ങോട്ട് വിരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ തന്റെ ശരീരത്തോട് തന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുമ്പോ സുബ്ഹാനല്ലാഹ് മുത്തായ തങ്ങൾ ഖുർആൻ ഓതുകയാണ്. ലോകത്താദ്യമായിട്ട് ഖുർആനിന്റെ പ്രകാശമുള്ള വചനങ്ങൾ ഭൂമിയാകുന്ന ആ മടിപ്പട്ടിലേക്ക് പറന്നു വീഴുകയാണ്. ഖുർആനിന്റെ മാണിക്യമുത്തുകൾ പൊഴിഞ്ഞു വീഴുകയാ. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുക്കൽ അക്രം. അല്ലാഹുവേ, ആ വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം ഇറങ്ങിയിട്ട്, ആദ്യത്തെ ആയത്തുകൾ ഇറങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആ ഗുഹയുടെ അകത്തളത്തിലും ഇറങ്ങുകയാ. എന്നിട്ട് എവിടെയാ പോകുന്നത്? മനസ്സിന്റെ അകത്ത് സമാധാനം നഷ്ടപ്പെട്ട മുത്ത് റസൂൽ പോയതെവിടെയാ? കുഞ്ഞാൽ ഹബീബ് ISA Media. എവിടെയാ? എന്റെ കോഴിക്കോട് ജില്ലയിലെ ചെറുപ്പക്കാർക്ക് ആശങ്കയുണ്ടല്ലോ. ബാറുകൾ പൂട്ടിപ്പോയോ? കോഴിക്കോട് ജില്ലയിലെ മുസ്ലിം ചെറുപ്പക്കാർ എവിടെയാ പോവുക? മാഹിയിലേക്ക് പോകണമോ? എവിടെയാണ് കല്ല് കിട്ടുക? അവിടേക്ക് പോകണമോ? വേണ്ട ചെറുപ്പക്കാരാ, മനസ്സിന്റെ സമാധാനത്തിന് ലോകനായകൻ പോയതെവിടെയാ? മനസ്സിന്റെ സമാധാനത്തിന് ലോകനായകൻ പോയതെവിടെയാ? മുസ്ലിം ചെറുപ്പക്കാർ മറന്നുപോയ സ്ഥലമാ ഹളറത്തി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഭവനത്തിലേക്ക് ചെല്ലുകയാ. തന്റെ സഹധർമ്മിണിയല്ലേ, തന്റെ ഭാര്യയല്ലേ. അവിടെ ചെന്നിട്ട് പറഞ്ഞിരുന്ന സമ്മിലൂനി
ബുഖാരി ഇമാമിന്റെ സ്വഹീഹ് ബുഖാരി പറയുകയാ, 3 പ്രാവശ്യമാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, എനിക്കൊന്ന് മൂടിത്തരൂ ഖദീജ, എനിക്കൊന്ന് മൂടിത്തരൂ ഖദീജ. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം പുതപ്പ് കൊണ്ട് മൂടിക്കൊടുത്തിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അകത്തേക്ക് പോയില്ല. ശരീരം വിറച്ചുകൊണ്ട് കടന്നു വന്ന മുത്തു തങ്ങളോട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അതാണ് നല്ല കുടുംബത്തിലെ പെണ്ണെ നിന്റെ ഭർത്താവിന് പറഞ്ഞു കൊടുക്കാനുള്ളത്. അതാണ് നല്ല കുടുംബത്തിലെ പെണ്ണ് നിന്റെ ഭർത്താവിനോട് മൊഴിഞ്ഞു കൊടുക്കാനുള്ളത്. നിന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് വീട്ടിൽ വരുമ്പോ, നിന്റെ ഭർത്താവ് കണ്ണീരോടെ വീട്ടിൽ വരുമ്പോ, നിന്റെ ഭർത്താവ് നിരാശനായി വീട്ടിലേക്ക് വരുമ്പോ, പ്രതീക്ഷിച്ച കച്ചവടം നടന്നില്ല, സാമ്പത്തികം നഷ്ടപ്പെട്ടു പോയി, കണ്ണീരോട് നിന്റെ ഭവനത്തിന്റെ അകത്തേക്ക് നിന്റെ പ്രിയപ്പെട്ടവന് കടന്നു വരുമ്പോ ഒരു ഗ്ലാസ് വെള്ളം താ പെണ്ണെ എന്ന് പറയുമ്പോ ഖത്തറമ്മലെ പ്രിയപ്പെട്ട ഭാര്യ സീരിയലിന്റെ മുമ്പയിലും എഴുന്നേൽക്കുകയാണ്. അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട്, എന്തേ നിങ്ങളുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്, എന്തിനാണ് വിഷമിക്കുന്നത്, എന്തേ കണ്ണു നിറഞ്ഞത്, ഒരു വാക്ക് ചോദിക്കാൻ നേരമില്ലാതെ സീരിയലിന്റെ മുമ്പിലേക്ക് ചരഞ്ഞിരിക്കുന്ന മുസ്ലിം പെണ്ണേ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവളായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഒരു പുതപ്പ് കൊണ്ട് മുത്ത് റസൂലിനെ മൂടിക്കൊടുത്തിട്ട് പറഞ്ഞെന്തെന്നറിയോ, വല്ലാഹി 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 മാ യുഖ്സീക അല്ലാഹു അബദാ. നബിയേ, അങ്ങൊരിക്കലും അല്ലാഹു നിസാരനാക്കൂല നബിയേ. ഇന്നക തുക്രിം ലൈഫ, അങ്ങ് അതിഥികളെ സ്വീകരിക്കുന്നയാളല്ലേ. വതക്സിമുൽ മഅദൂമ, ഒന്നുമില്ലാത്തവർക്കെല്ലാം കൊടുക്കുന്നയാളല്ലേ. വതഹ്മിലുൽ കല്ല, ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നയാളല്ലേ. കണ്ണീര് തുടച്ചിട്ട് ആശ്വാസവാക്ക് പറഞ്ഞുകൊണ്ട് മുത്ത് റസൂലിന്റെ തലയിലേക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വലത്തെ കൈകൊണ്ട് തടവിയിട്ട് പറയുകയോ, മാ യുഖ്സീക അല്ലാഹു അബദാ. ഒരിക്കലും അല്ലാഹു നിങ്ങളെ നിസാരനാക്കില്ല നബിയേ. അല്ലാഹു കൂടെയുണ്ട് നബിയേ. വിഷമിക്കണ്ട നബിയേ, പ്രയാസപ്പെടേണ്ട നബിയേ. ഇന്ന് ഖത്തറമ്മല് വന്ന പെങ്ങളെ, 10 കൊല്ലം 15 കൊല്ലം വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെട്ട ഭർത്താവ്, എല്ലാം നഷ്ടപ്പെട്ടു പോയി മോളെ, എല്ലാം നഷ്ടപ്പെട്ടു പോയി മോളെ. നാളെ മടങ്ങി വരികയാണെന്ന് പറയുമ്പോ ദേഷ്യപ്പെടുന്ന പെണ്ണ്, കണ്ണുരുട്ടുന്ന പെണ്ണ്, ചൂടാകുന്ന പെണ്ണ്, എന്റെ പൊന്നാര ഭർത്താവിനോട് എന്റെ പൊന്നാരയിക്ക, നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട. നിങ്ങൾക്ക് സ്വത്ത് നഷ്ടപ്പെട്ടു പോയാലെന്താ, ഞാനില്ലേ 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 ഒരു വാക്ക് പറയാ. കോഴിക്കോട് ജില്ലയിലെ പെങ്ങളെ നിനക്ക് കഴിയോ? ഇല്ല പെങ്ങളെ, നിനക്ക് കഴിയണില്ല, നിനക്ക് സാധിക്കലില്ല. എന്തെന്നറിയുമോ, ബഹ്റൈനിൽ KMCCയുടെ പ്രോഗ്രാമിന് പോയപ്പോ 100 പാവപ്പെട്ട പ്രവാസികൾക്ക് വീട് വെച്ച് കൊടുക്കണയാ. അല്ലാഹുവേ അല്ലാഹുവേ, ശഹാബനങ്ങൾക്ക് സ്വർഗം കൊടുക്കണയല്ലോ. ആ കബറിന്റെ സ്വർഗത്തിന്റെ കൊട്ടാരം പണിഞ്ഞു കൊടുക്കണയല്ലോ. പാണക്കാട് കുടുംബത്തെക്കാളും വലിയ കൊട്ടാരം ആ കബറിന്റെ കത്തല്ലോ, ആ കബറിന്റെ കത്തല്ലോ നീ പണിഞ്ഞു കൊടുക്കണയല്ലോ. 10, 15, 20 കൊല്ലം ബഹ്റൈൻ എന്ന് പറയുന്ന പ്രവാസ ലോകത്ത് കിടന്ന് കഷ്ടപ്പെട്ടു പോയിട്ടൊരു വീടില്ല അല്ലോ, ഒരു കിടക്കാടമില്ല അല്ലോ, ഒരു കൂര വെക്കാൻ കിടന്നിട്ടില്ല അല്ലോ എന്ന് നൊമ്പരപ്പെട്ട് കഴിഞ്ഞുപോയ കോഴിക്കോട് ജില്ലയിലെ ഒരു പാവപ്പെട്ട സഹോദരൻ പറഞ്ഞിരുന്നെന്നറിയോ, എന്നും എന്റെ ഭാര്യ വഴക്കാ, എന്നും എന്റെ ഭാര്യ എന്നെ ശകാരിക്കുകയാ, എന്നും എന്റെ ഭാര്യ എന്നെ കുറ്റപ്പെടുത്തുകയാ. എന്തേ കാരണം? കിടന്നു